നമസ്കാരം. 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. ജോർദാനിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിൽ ഇറാനിലേക്ക് പരക്കെ പ്രത്യാക്രമണം. കൊലവിളിയുമായി ഇറാൻ. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം തുടച്ചു നീക്കുമെന്ന് ഭീഷണി. ഇറാൻ ചെയ്യുന്നത് യുദ്ധക്കുറ്റമെന്ന് GCC രാജ്യങ്ങൾ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് UAE. 4 വർഷമായി നീളുന്ന യുദ്ധത്തിൽ റഷ്യയിലേക്ക് ഏറ്റവും മാരകമായ ആക്രമണം നടത്തി യുക്രൈൻ. മോസ്കോയിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനി വൈൽഡ് ബെറീസിന്റെ കേന്ദ്രങ്ങൾ ചാമ്പലായി. ആക്രമണത്തിന് പിന്നാലെ മണിക്കൂറുകൾ നീണ്ട തീപിടുത്തം. യുക്രൈനിയൻ തലസ്ഥാനമായ കീവിലേക്ക് ആക്രമണം തുടർന്ന് റഷ്യ. പാർപ്പിട സമുച്ചയങ്ങൾ മിസൈൽ വീണ് തകർന്നു. അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലിബിയ. ലിബിയൻ വാണിജ്യ ബാങ്കുകളെ ചൈനയുടെ പേയ്മെന്റ് സംവിധാനവുമായി ബന്ധിപ്പിക്കാൻ ധാരണ. സ്ഥിരീകരിച്ച് ലിബിയൻ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പ്രസ്താവന. വ്യാപാര ബന്ധം ശക്തമാക്കാനും വളർച്ചാ നിരക്ക് കൂട്ടാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ. ഹമാസുമായി വെടിനിർത്തൽ കരാർ നിലവിലിരിക്കെ ഗാസയിലേക്ക് രൂക്ഷാക്രമണം നടത്തി ഇസ്രയേൽ. കുട്ടികളടക്കം ഇന്നലെ 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി. ഇസ്രയേൽ ആക്രമണം നടത്തിയത് വടക്ക് പടിഞ്ഞാറൻ ഗാസ സിറ്റിയിലെ പാർപ്പിട സമുച്ചയത്തിൽ. ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരെ ഇന്നറിയാം. അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം രാത്രി 12:30. തുടർച്ചയായ കിരീടം ലക്ഷ്യമിട്ട് അർജന്റീന. ആവേശത്തോടെ ഫുട്ബോൾ ലോകം. മൂന്നാം സ്ഥാനക്കാർക്കുള്ള പോരിൽ ഗോൾ മഴ. ഫ്രാൻസിനെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് 4-6 ഗോളുകൾക്ക്. ബുക്കായോ സാക്കയ്ക്ക് ഹാട്രിക്. ഇരട്ട ഗോളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പോരിൽ മുന്നിൽ. കോൺഗ്രസിലെ തർക്കത്തിൽ KPCC നേതൃത്വത്തിന്റെ ഇടപെടലുടൻ. KSU അധ്യക്ഷൻ അലോഷ്യസ് ഏവറുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. VD സതീശൻ ചെറുപ്പക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന മുഖ്യമന്ത്രിയെന്ന് ശശി തരൂർ. തർക്കത്തിൽ ഇടപെടാൻ ആഗ്രഹമില്ലെന്നും തരൂർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹാരത്തിലേക്ക്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഇന്ന് പ്രാബല്യത്തിൽ. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഇന്ന്. ദേവസ്വം മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥി. 1 മാസം വരെ നീളുന്ന വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത് 52 കരകളിലെ പള്ളിയോടങ്ങൾ. വാർത്തകൾ വിശദമായി നോക്കാം. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ജോർദാനിലെ ഇറാൻ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് US നടപടി. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം തുടച്ചു നീക്കുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, അമേരിക്ക ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നു. ഇപ്പോഴിതാ 2 സൈനികർ കൂടി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും കൂടുതൽ ആക്രമണം രൂക്ഷമാകുമെന്ന് വേണോ കരുതാൻ? അനുശ്രീ, സ്ഥിതി വഷളാകുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 4 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജോർദാനിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലാണ് ഈ 2 സൈനികർ കൊല്ലപ്പെട്ടത്. 2 പേരുടെ പേര് ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. സെൻട്രൽ കമാൻഡ് പക്ഷേ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈനികരുടെ കുടുംബാംഗങ്ങളെ ഈ വിവരം അറിയിച്ച ശേഷം പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്ക ഇതിനുള്ള തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. നേരത്തെ തന്നെ ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പലുകൾ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ പിൻവലിച്ചതാണ്. ഇപ്പോൾ സൈനിക നീക്കത്തിലേക്ക് അമേരിക്ക പോകുന്നു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണമുണ്ട്. നേരത്തെ തെക്കൻ കേന്ദ്രങ്ങളിലേക്കാണ്, ഇറാന്റെ തെക്ക് ഭാഗത്താണ് ആക്രമണമെങ്കിൽ ഇപ്പോൾ വടക്ക് ഭാഗത്തുകൂടി അമേരിക്കയുടെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 40 ഇടങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. നേരത്തെ ഈ ആണവോർജ്ജ കേന്ദ്രങ്ങൾ, പാലം, റോഡുകൾ ഒക്കെ ആയിരുന്നു ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ സിവിലിയൻസിന് കൂടി പരിക്കേൽക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ ആക്രമണം മാറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനാകട്ടെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നിലപാടിലേക്കാണ്. ആയത്തുള്ള ഖമേനിയുടെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം മുസ്തഫ ഖമേനി, ഇപ്പോഴുള്ള പരമാധികാരിയാണ് അദ്ദേഹം, അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്ന് തുടച്ചു നിൽക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. അമേരിക്കയ്ക്കെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഖമേനി പറഞ്ഞിരുന്നു. മുസ്തഫയുടെ വാക്കുകൾ അങ്ങനെ ആയിരുന്നു. അതിന് പിന്നാലെയാണ് തുടർച്ചയായി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഇറാനെ സംബന്ധിച്ച്
വലിയ സാമ്പത്തിക നഷ്ടവും രാഷ്ട്രീയമായി അവർക്ക് മോശമായ സാഹചര്യത്തിലേക്ക് പോകുന്ന നിലയുമുണ്ട്. കാരണം ഹോർമൂസിൽ മറ്റൊരു പാത ഒമാൻ തുറന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസിൽ വലിയ അപ്രമാദിത്വം ഇറാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒമാൻ തീരത്തു കൂടി 2 പുതിയ പാതകൾ തുറക്കുകയും കപ്പലുകൾ ആ വഴി സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ തീരത്തേക്ക് കപ്പലുകൾ എത്തുന്ന നിലയുണ്ടാകില്ല. അവർ ചുങ്കപ്പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഇങ്ങനെ ഹോർമൂസിൽ അമേരിക്ക പിടിമുറുക്കുകയാണ്. അവിടെ 20% ചുങ്കം അമേരിക്ക പിരിക്കാനും തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് GCC രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ GCC രാജ്യങ്ങൾ ഇറാനെതിരെയുള്ള യുദ്ധം അമേരിക്ക കടുപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കാരണം നിരന്തരമായി കുവൈറ്റിലേക്കും ഖത്തറിലേക്കും സൗദിയിലേക്കും ബഹ്റൈനിലേക്കും UAE-യിലേക്കും ഒക്കെ തന്നെ ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. ഇത് വലിയ സാമ്പത്തിക നഷ്ടം അവർക്ക് വരുത്തുകയാണ്. ആയുധമായി ബന്ധപ്പെട്ട ആയുധശേഷിയിൽ കുറവ് വരുത്തുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട നിലയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോകുന്നു. മാത്രമല്ല എണ്ണയുടെ കയറ്റുമതി വലിയ തോതിൽ കുറയുന്നുണ്ട്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. എണ്ണവില വല്ലാതെ ഉയരുകയും ഈ സഞ്ചാരം ഹോർമൂസിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്തതോടുകൂടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും വലിയ ആശങ്കയുണ്ട്. കാരണം എണ്ണവില കുതിച്ചു വരികയാണ്. ഒരു ഘട്ടത്തിൽ $70 താഴെ ബാരലിന് ഉണ്ടായിരുന്നത് ക്രൂഡ് ഓയിലിന് ഇപ്പോൾ വലിയ തോതിൽ ഉയരുന്നുണ്ട്. 90-നടുത്ത് എത്തുന്ന ഒരു നിലയുണ്ടായി. നേരത്തെ ഏതാണ്ട് 115 വരെ 120 വരെയൊക്കെ തന്നെ യുദ്ധസമയത്ത് അങ്ങനെ എണ്ണവില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു കാര്യം ഈ സമവായ ചർച്ചകൾ അതിനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു രാജ്യങ്ങളും ഈ മധ്യസ്ഥ ചർച്ചയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനാണ് ഇതിൽ മുൻകൈ എടുത്തിരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാം, അവിടെ ബലൂജ് പോരാളികൾ അവർ വിമത രാജ്യം പ്രഖ്യാപിക്കുകയും പ്രത്യേക കറൻസി ഇറക്കുകയും അവിടെ അവരുടെ ദേശീയഗാനവും പതാകയും എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാനിൽ വലിയ അന്തഃഛിദ്രം നടക്കുന്നു. POKയിൽ വലിയ ആഭ്യന്തര കലാപം നടക്കുകയാണ്. അവിടെയുള്ള ജനങ്ങളും പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. ഇസ്ലാമാബാദിൽ 2ാം ഘട്ട ചർച്ച നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ആദ്യഘട്ട ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 60 ദിവസത്തെ ഒരു സമാധാന കരാറിലേക്ക്, അത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. പക്ഷേ ആ കരാർ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രകോപനം ഈ രാജ്യങ്ങൾ ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ പ്രകോപനം പരസ്പരം സൃഷ്ടിക്കുകയും ഈ കരാറിന് ഒരു വിലയുമില്ലാത്ത നിലയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വിദൂരമാണ്. ഒമാനോ ഖത്തറോ നേരത്തെ ഇടപെട്ട രാജ്യങ്ങൾ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇടപെടുന്നതിന് തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത് വലിയ പോരാട്ടത്തിലേക്ക് പോകും, ഏറ്റുമുട്ടലിലേക്ക് പോകും. ഇറാൻ്റെ വലിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. അവരെ സംബന്ധിച്ച് പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്ക പിന്മാറുക എന്നതാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാണെന്ന് തോന്നുന്നില്ല. ഈ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതോടുകൂടി അമേരിക്കയിൽ നേരത്തെ ട്രംപിനെതിരെ ചില വികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുൾപ്പെടെ എതിർപ്പുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ന ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല സ്ഥിതി. ഇങ്ങനെ 16 സൈനികരാണ്, അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ 2 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടുകൂടി ട്രംപിനും അമേരിക്കയിൽ നിന്നുള്ള പിന്തുണ ഏറുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തും. അനുശ്രീ, വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചർച്ചകൾക്കുള്ള സാധ്യതകളൊക്കെ മങ്ങിത്തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് ഇറാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ആക്രമണത്തിനൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ വേണ്ടേ നമ്മൾ കരുതാൻ? ഇറാൻ്റെ ആക്രമണം തുടർച്ചയായി സംഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. കാരണം അമേരിക്കയ്ക്ക് ഇങ്ങനെ സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തതിൻ്റെ പേരിലാണ് ഗൾഫ് രാജ്യങ്ങളെ തുടരെ ആക്രമിക്കുന്നത്. ഇത് അവിടെയുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്നും തൊഴിൽ തേടി ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന നിലയിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. പലപ്പോഴും സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. പക്ഷേ അത് ജനവാസ മേഖലകളിലേക്ക് മാറിയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ ജോർദാനിൽ ഉണ്ടായ ആക്രമണം അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അവിടെ ഈ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചത് വഴിയാണ് 2 സൈനികർ കൊല്ലപ്പെട്ടത്. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ ജോലിയിൽ തിരികെ പ്രവേശിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ആളുകൾ പ്രവേശിച്ചതായി സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണ കുറിപ്പ് ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് 2 സൈനികരുടെ കാര്യങ്ങൾ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഇങ്ങനെ 16 സൈനികർ കൊല്ലപ്പെടുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർ മിണ്ടാതിരിക്കുമെന്ന് കരുതുക വയ്യ. തീർച്ചയായും ഹോർമൂസാണ് അവരുടെ ലക്ഷ്യം. ഇറാനെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ തന്നെ ആഭ്യന്തര കലാപമാണ് അമേരിക്ക പ്രതീക്ഷിച്ചത്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം അവിടെ ഒരു
ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും അവിടെ ഈ സർക്കാർ അട്ടിമറിക്കപ്പെടുമെന്നും കരുതിയിരുന്നു. നെതന്യാഹുവിൻ്റെ ആദ്യത്തെ വാർത്താക്കുറിപ്പ് തന്നെ അങ്ങനെ ആയിരുന്നു. ഇസ്രായേൽ പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയാണ്. അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു, നിങ്ങൾക്കതാ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം തുറന്നു കിട്ടിയിരിക്കുന്നു, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങൂ എന്ന ഒരു പ്രഖ്യാപനമാണ് അന്ന് നടത്തിയത്. പക്ഷേ അവിടെ സംഭവിച്ചത് ഇറാൻ ജനത ഒന്നാകെ ഈ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ആ ഭരണകൂടത്തിൽ തന്നെ അല്ലെങ്കിൽ തലപ്പത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായ ചില വിവരങ്ങൾ വന്നു. അത് പ്രത്യേകിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ, അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി തുടങ്ങിയവർ അമേരിക്കൻ താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നൊരു വികാരമുണ്ടാകുകയും ജനങ്ങൾ ഇവർക്കെതിരെ തെരുവിലിറങ്ങുകയും ഇവരെ വധിക്കണമെന്ന ആവശ്യം പോലും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അവിടെയാണ് മുസ്തഫയുടെ ഇടപെടലുണ്ടാകുന്നത്. മുസ്തഫ ഒളിവിലാണ്, എവിടെയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയെ ഇല്ലാതാക്കുക, അമേരിക്കയെ തുടച്ചു നീക്കുക തുടങ്ങിയ പ്രസ്താവനകളാണ് മുസ്തഫയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. തീർച്ചയായും ഇറാൻ്റെ ജനത ആ വാക്കുകളെ മുഖവിലിക്കെടുക്കുകയും അവർ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെയെങ്കിൽ ഇത് വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അനുശ്രീ, വിനോദ്, ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ചർച്ചകൾക്കുള്ള സാധ്യതകളൊക്കെ മങ്ങുന്ന സാഹചര്യം. അങ്ങനെയെങ്കിൽ ഇനി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു പോംവഴി എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇവിടെയാണ് ഈ സമവായ ചർച്ചകളുടെ സാധ്യത. അത് പക്ഷേ പൂർണ്ണമായും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു രാജ്യങ്ങളും ഇപ്പോൾ മുന്നിട്ട് വരുന്നില്ല. കാരണം സ്വിറ്റ്സർലാൻഡിൽ ആദ്യം ഇസ്ലാമാബാദ് ചർച്ച നടക്കുന്നു, പിന്നീട് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇങ്ങനെ ഒരു സമാധാന കരാർ ഒപ്പിടുന്നു. 60 ദിവസത്തെ വെടിനിർത്തലാണ്. അതിന് ഉള്ളിൽ ധാരണയുണ്ടാക്കാം, മറ്റൊരു അന്തിമമായ കരാറിലേക്ക് പോകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 2 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലബനനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. അവിടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ഇതോടുകൂടി ഇറാൻ തിരിച്ചടിക്കുന്നു. ഗൾഫിലെ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്ക തിരിച്ച് ആക്രമിക്കുന്നു. ഹോർമൂസ് വളരെ പെട്ടെന്ന് തന്നെ അടയ്ക്കുകയും ചെയ്യുന്നു. കാരണം ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് വളരെ സുഗമമായി നടന്നാൽ മാത്രമേ പല രാജ്യങ്ങൾക്കും ഈ ഇന്ധന പ്രതിസന്ധി ഒഴിഞ്ഞു കിട്ടൂ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട്. ലോകത്താകമാനം വേണ്ട എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് വഴിയാണ്. അത് അടയ്ക്കുക എന്നത് തന്നെയാണ് ഈ വജ്രായുധമായി ഇരു രാജ്യങ്ങളും കാണുന്നത്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തുറപ്പിച്ചിട്ട് ഇറാനെ സംബന്ധിച്ച് ഹോർമൂസ് അടയ്ക്കുക എന്നതാണ്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല അവർ ഈ ഹൂതികളുമായി ചേർന്നുകൊണ്ട് ചെങ്കടൽ അടച്ചുകൊണ്ട് അങ്ങനെ സൂയസ് കനാൽ വഴിയുള്ള ഗതാഗതവും തടയുന്നതിന് വേണ്ടി, കപ്പലുകളുടെ സഞ്ചാരം തടയുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളടക്കം പോകുന്ന നിലയുണ്ടാകും. അതുവഴിയുള്ള ചരക്ക് നീക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അവിടെയാണ് ഈ നാറ്റോയുടെ പിന്തുണ ഇപ്പോൾ US കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നാറ്റോ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഹംഷഹരി പോലുള്ള ഇറാൻ മാധ്യമങ്ങൾ 13 ലോക നേതാക്കളുടെ, അതായത് ഇറാനെതിരെ നിൽക്കുന്ന 13 ലോക നേതാക്കളുടെ പേര് വിവരം പുറത്തുവിട്ടത്, വധിക്കേണ്ട ആളുകളുടെ പട്ടിക പുറത്തുവിട്ടത്. അവിടെ അമേരിക്കൻ റിപ്പബ്ലിക്കൻ സെനറ്റർ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. കാരണം ട്രംപുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വിഷം ചെന്ന് അദ്ദേഹം മരിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പിന്നീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നു. പക്ഷേ മരണകാരണം സംബന്ധിച്ച് ഇതുവരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു വിശദീകരണം വന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുണ്ടായ തകരാറാണ് എന്ന ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ട്രംപ് പറഞ്ഞത് തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ 1000 മിസൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇറാനിലേക്ക് അയക്കാൻ എന്നതാണ്. അതായത് ട്രംപ് പോലും ഭയപ്പെടുന്ന നിലയിലേക്ക് ഈ മരണം മാറി എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. പലപ്പോഴും ട്രംപിൻ്റെ അനുയായികൾ കൊല്ലപ്പെടുന്ന ക്രിക്കിനെ പോലുള്ള ആളുകൾ, ഒരുപക്ഷെ അത് അമേരിക്കയിൽ തന്നെ നടന്ന കൊലപാതകമാണ്, അവിടെയുള്ള പൗരൻ തന്നെയാണ് അങ്ങനെ വധിച്ചതെങ്കിൽ പോലും പലപ്പോഴും ട്രംപിൻ്റെ അനുയായികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രംപ് ഭയന്നോ എന്ന ഒരു ചോദ്യം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും മധ്യസ്ഥ ചർച്ചകൾക്കുള്ള സാധ്യതകളെല്ലാം അടഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വലിയ അന്തചിത്രം നടക്കുകയാണ്. പാകിസ്ഥാനാണ് ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയത്. പക്ഷേ അവരുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ വലിയ പ്രശ്നം നടക്കുമ്പോൾ അവർക്ക് ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അനുശ്രീ, ശരി. പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു, ചർച്ചകൾക്കുള്ള സാധ്യതകളൊക്കെ മങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വി വിനോദാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.
ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തിൽ കടുത്ത നിലപാടിലേക്ക് പോവുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗൾഫ് ഓപ്പറേഷൻ കൌൺസിൽ ഇറാൻ നടത്തുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കുവൈറ്റിലെ വൈദ്യുതി, കടൽവെള്ളം ശുദ്ധീകരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് GCC ആവശ്യമുയർത്തുന്നത്. ഇറാന്റെ നടപടികളെ ശക്തമായി അപലപിക്കുകയും ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് ഈ പുതിയ നീക്കം. ഇറാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ UAEക്കും കുവൈത്തിനും നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് GCC സെക്രട്ടറി ജനറൽ കാസിം മുഹമ്മദ് അൽബുദൈവി ആരോപണം ഉന്നയിച്ചത്. മേഖലയിലെ സൈനിക സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടു. ഖത്തറും ആക്രമണങ്ങളെ അപകടകരമായ സംഘർഷ സാഹചര്യം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെ ഇത് കൂടുതൽ സങ്കീർണമാക്കുകയാണെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി. അതേസമയം യുദ്ധകാലം മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ വ്യോമ ഡ്രോൺ ആക്രമണങ്ങൾ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടല്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. മേഖലയിലെ അമേരിക്കൻ സൈനികരും സൈനിക താവളങ്ങളുമാണ് തങ്ങളുടെ ആക്രമണ ലക്ഷ്യമെന്നായിരുന്നു ടെഹ്റാന്റെ വിശദീകരണം. ഇതിനിടെ GCCയും യൂറോപ്യൻ യൂണിയനും സംയുക്ത പ്രസ്താവനയിലൂടെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നടപടിയെ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും ആ തന്ത്രപ്രധാന ജലപാതയ്ക്ക് മേൽ ഏതെങ്കിലും രാജ്യം പരമാധികാരമോ നിയന്ത്രണമോ അവകാശപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകൾക്ക് ഹോർമുസ് കടലിടുക്ക് അതീവ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ GCC അംഗരാജ്യങ്ങൾ എണ്ണയും പ്രകൃതിവാതകവും കയറ്റുമതി ചെയ്യുന്നതിനായി പ്രധാനമായും ഈ ജലപാതയാണ് ആശ്രയിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ഊർജ്ജ ആവശ്യങ്ങളുടെ ഗണ്യമായൊരു വീതത്തിനായി ഈ മേഖലയെ ആശ്രയിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 10% ഈ മേഖലയിൽ നിന്നാണ്. അതിൽ ഭൂരിഭാഗവും ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഈ മേഖലയെ പ്രധാനമാക്കുന്നത്. കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ മുൻകൂർ അനുമതി വാങ്ങുകയും ഫീസ് അടയ്ക്കുകയും വേണമെന്നാണ് ടെഹ്റാന്റെ ആവശ്യം. അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി ഈ ഫീസ് ഉപയോഗിക്കാമെന്നാണ് ഇറാന്റെ വാദം. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങൾ സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളും പാശ്ചാത്യ ശക്തികളും നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന നിലപാടിലുമാണ്. ഫെബ്രുവരി 24 യുക്രൈനിലേക്ക് റഷ്യ വെടിപൊട്ടിക്കുന്നത്. പിന്നെ രൂക്ഷ യുദ്ധമായിരുന്നു. ഓരോ ദിവസവും യുക്രൈനിലെ പ്രവിശ്യകൾ പിടിച്ച് യുക്രൈനിയൻ തലസ്ഥാനമായ കീവിനോട് വരെ അടുത്തിരിക്കുന്നു റഷ്യൻ സൈന്യം. അതിനിടയിൽ റഷ്യയിലുണ്ടായ പ്രശ്നങ്ങളും സൈനികരുടെ ആൾബലത്തിലുണ്ടായ കുറവും യുദ്ധ സാഹചര്യം അല്പം ശമിപ്പിച്ചെങ്കിലും അടുത്ത കാലത്തായി യുക്രൈനിലേക്ക് റഷ്യ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വാർത്ത പക്ഷേ മറ്റൊന്നാണ്. റഷ്യയിലേക്ക് ഗുരുതരമായ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. റഷ്യയിലെ ഏറ്റവും കൊമേഴ്സ് സ്ഥാപനമായ വൈൽഡ്ബെറീസ് നടത്തുന്ന 2 ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈൻ രൂക്ഷ ആക്രമണം നടത്തി. ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടാവുകയും മണിക്കൂറുകളോളം മോസ്കോ മേഖലയാകെ കട്ടിയുള്ള കറുത്ത പുക ഉയരുകയും ചെയ്തു. ടാംബോവിലെ ഒരു വെയർഹൌസിൽ നടന്ന ആക്രമണത്തിൽ 7 തൊഴിലാളികൾ കൊല്ലപ്പെട്ടതായി റഷ്യൻ അധികൃതർ അറിയിച്ചു. മോസ്കോ മേഖലയിലെ മറ്റൊരു ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ പിന്നീട് മരണത്തിന് കീഴടങ്ങി. ആക്രമണങ്ങളിൽ ഏകദേശം 90 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയ്ക്കുള്ളിൽ നടത്തിയ ഏറ്റവും മാരകമായ ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണ് യുക്രൈൻ നടത്തിയിട്ടുള്ളത്. യുദ്ധഭൂമിക്കപ്പുറം റഷ്യയുടെ സാമ്പത്തിക സൈനിക വിതരണ ശൃംഖലകളെ തകർക്കാനുള്ള യുക്രൈൻ നീക്കത്തിന്റെ വിപുലീകരണമായാണ് ഈ ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. Bliss Fertility Hospital presents AD 2026. വലിയൊരു ദൗത്യത്തിനാണ് ഇവിടെ നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് 18 ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറുക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. Narcotics is the mind of the children are always known to be the tender minds. It's just like a white paper. Zero tolerance to drugs, zero tolerance to any kind of intoxicant. ഒരു ജനറേഷൻ നശിച്ചാൽ നാട് നശിച്ചിപ്പോ. ലഹരി മാഫിയെ ഇല്ലാതാക്കുവാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കൈകോർക്കുന്നു. നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകാം. നോ പറയേണ്ടടുത്ത് നോ പറയണം. ലഹരി കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും നേടിയിട്ടുണ്ടോ?
ആരൊക്കെയാണ് അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവർ? ആരൊക്കെയാണ് പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ? Bliss Fertility Hospital presents News 18 Kerala AD 2026. സമർപ്പിക്കുന്നത് ബ്ലിസ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ, കോട്ടയം, തിരൂർ, തിരുവനന്തപുരം. Co-powered by Reliance Industries Limited. Jewelry partner Rajkumari Gold and Diamonds. Special partner St. Xavier School of Nursing and Paramedical, Kurupandara, Kottayam. In association with Poppy. Xylem, KMCT. കേസ് തർക്കത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ശശി തരൂർ എം പി. തന്റെ തലവേദന ഇപ്പോൾ പാർലമെന്റാണ്. കേന്ദ്ര സർക്കാർ 8 ബില്ല് കൊണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ചെറുപ്പക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും ശശി തരൂർ പറഞ്ഞു. ഇതിലൊന്നും ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, എൻ്റെ തലവേദന ഇപ്പോൾ പാർലമെൻറ്റാണ്. ഞാൻ നാളെ പോകുന്നു ഡൽഹിയിൽ. അവിടെ ഈ കേന്ദ്ര സർക്കാർ 8 ബില്ല് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനായിരുന്നു ഞങ്ങൾ കൂടിയത്. ഇവിടെ ഞാൻ വരുന്ന മുമ്പ് ഡൽഹിയിലായിരുന്നല്ലോ ഈ ചർച്ച കൂടാൻ. അപ്പം മനസ്സ് അവിടെയാണ്. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി നമ്മളുടെ പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ഒപ്പം എല്ലാ നല്ല കാര്യങ്ങളും നടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അകത്തുള്ള ചില വിവാദങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായും ഉണ്ടാവും. ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് ഇതിൽ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് എല്ലാ വിധത്തിലും പിന്നെ അഭിപ്രായം പറയാൻ ഒരു കഴിവ് കാണിച്ച ഒരു നേതാവ്. ചെറുപ്പക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് അതിന് എപ്പോഴും ബഹുമാനമുണ്ട്. അതിന് പ്രശ്നമൊന്നും ചിന്തയൊന്നുമില്ല. ഇന്നു മുതൽ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായേക്കും. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ 1 വർഷത്തേക്കാണ് കരാർ. യൂണിറ്റിന് 5.96 രൂപയ്ക്ക് രാത്രിയിൽ വൈദ്യുതി വാങ്ങും. കൊറോ ഹെൽത്ത് പിരിച്ചുവിടൽ വിവാദത്തിൽ നിർണായക ചർച്ച നാളെ. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ കമ്പനിയുടെ ഉന്നത മാനേജ്മെന്റ് പങ്കെടുക്കും. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സർക്കാർ തൊഴിൽ തുടരാനുള്ള വ്യക്തമായ നിർദ്ദേശവുമായി എത്താനാണ് കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃപ്തികരമായ നിർദ്ദേശമുണ്ടായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ജോലി നഷ്ടപ്പെട്ട 100 കണക്കിന് ജീവനക്കാരുടെ ഭാവി ഈ ചർച്ചയുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. സർക്കാർ മധ്യസ്ഥതയിൽ നടക്കുന്ന നാളത്തെ ചർച്ച നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് വാർത്തകളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരും. ഒരു കാലത്ത് നമ്മുടെ മോർണിംഗ്സ് ഒക്കെ തുടങ്ങിയിരുന്നത് പത്രങ്ങൾ വായിച്ചുകൊണ്ടായിരുന്നു. പത്രം വായിക്കുന്ന ശീലം പോയി എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും നമ്മുടെ രാവിലുകൾക്ക് ഇപ്പൊ ചില പുതിയ ശീലങ്ങളുണ്ട്. ഒരു സ്വൈപ്പ്, ഒരു സ്ക്രോൾ, ഒരു കോഫി, ഒരു പ്ലേലിസ്റ്റ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് നമ്മുടെ ഫോണുകളെയാണ്, അല്ലെ? കാലം മാറി, ലോകം മാറി, നമ്മളും മാറി. നമ്മുടെ മോർണിംഗ് ഷോയും കുറച്ചൊന്ന് അപ്ഡേറ്റഡ് ആവേണ്ട ടൈമായല്ലേ? ഞാൻ സേറ മിയ ഐസൺ. ഇനി അങ്ങോട്ട് എല്ലാ പ്രഭാതത്തിലും കുറച്ച് നല്ല വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ന്യൂസ് 18ന്റെ എല്ലാ പ്രേക്ഷകരോടുമൊപ്പം ഞാനും ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. ന്യൂസ് മോർണിംഗ്. Bliss Fertility Hospital presents AD 2026. വലിയൊരു ദൗത്യത്തിനാണ് ഇവിടെ നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് 18 ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറുക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. Narcotics is a The mind of the children are always known to be the tender minds. It's just like a white paper. Zero tolerance to drugs, zero tolerance to any kind of intoxicant. ഒരു ജനറേഷൻ നശിച്ചാൽ നാട് നശിച്ചുപോകും. ലഹരി മാഫിയയെ ഇല്ലാതാക്കുവാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കൈകോർക്കുന്നു. നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകാം. നോ പറയേണ്ടടുത്ത് നോ പറയണം. ലഹരി കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും നേടിയിട്ടുണ്ടോ?
അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവർ? ആരൊക്കെയാണ് പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ? Bliss Fertility Hospital presents News 18 Kerala AD 2026. സമർപ്പിക്കുന്നത് ബ്ലിസ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ, കോട്ടയം, തിരൂർ, തിരുവനന്തപുരം. Co-powered by Reliance Industries Limited. Jewelry partner Rajkumari Gold and Diamonds. Special partner St. Xavier School of Nursing and Paramedical, Kurupandara, Kottayam. In association with Poppy. Xylem, KMCT. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന champions are in the arena. Rise from the streets. Remember champions. Champions are in the arena. Rise from the streets. Remember champions. Maither Eagle FC Kerala. ലോകം കാത്തിരിക്കുകയാണ് പുതിയ ഫുട്ബോൾ ചാമ്പ്യന്മാർ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ. അതോ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന കിരീടം നിലനിർത്തുമോ? അർജന്റീന സ്പെയിൻ ലോക ഫൈനലിനായുള്ള ആവേശ കാത്തിരിപ്പാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ. അത് നമ്മുടെ കേരളത്തിലും ആവേശത്തിന് യാതൊരു കുറവുമില്ല. ഒരുപാട് ഫുട്ബോൾ പ്രേമികൾ പ്രത്യേകിച്ചും ഇന്ന് ഞായറാഴ്ച ദിനം ഉത്സവാന്തരീക്ഷം തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ നമ്മൾ ലോകകപ്പിന്റെ ആ കലാശപ്പോരിലേക്ക് എത്തി. 48 ടീമുകളായി തുടങ്ങിയതാണ്. ഇപ്പോൾ അവസാന 2 ടീമുകൾ. മൂന്നാമന്മാരായി ഇംഗ്ലണ്ട് ഫിനിഷ് ചെയ്തു. ഇനി 1-2 സ്ഥാനക്കാർ ആരാണ് ആ സ്വപ്ന കിരീടം ഉയർത്തുക? ഇതിനായുള്ള കാത്തിരിപ്പാണ്. ഫിഫ ലോകകപ്പിന്റെ കലാശപ്പോരിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന മുൻ ചാമ്പ്യന്മാരായ സ്പെയിനുമായി ഇന്ന് ഏറ്റുമുട്ടുകയാണ്. ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കിക്ക് ഓഫ്. ഇന്നാണ് ആ ദിനം. ഫുട്ബോൾ സാമ്രാജ്യത്തെ ഭരിക്കേണ്ടത് ആരെന്ന് നിശ്ചയിക്കുന്ന വിധി ദിനം. യൂറോപ്പും ലാറ്റിൻ അമേരിക്കയും കൊമ്പുകോർക്കുകയാണ് സിംഹാസനത്തിനായി. പക്ഷം ചേർന്ന് ഭൂലോകവും. ജൂൺ 12 തുടങ്ങിയ പെരുങ്കളിയാട്ടമാണ്. 103 മത്സരങ്ങളിലായി അടരാടി വീണത് 46 ടീമുകൾ. ലോക കിരീടത്തിലേക്ക് കൈ നീട്ടി വെച്ചിരിക്കുന്നത് 2 സംഘങ്ങൾ, അർജന്റീനയും സ്പെയിനും. നാലാമത്തെ കിരീടം ലക്ഷ്യമിടുകയാണ് അർജന്റീന. സ്പെയിനിന് നോട്ടം 2ാം കിരീടവും. അർജന്റീനയുടെ പ്രയത്നം സഫലമായാൽ മെസ്സി സ്വന്തമാക്കുക സമാനതകളില്ലാത്ത നേട്ടമായിരിക്കും. തുടർച്ചയായി ലോകകപ്പ് നേടുന്ന ക്യാപ്റ്റൻ എന്ന ലേബലോടെ മെസ്സിക്ക് ബ്യൂണസ് അയേഴ്സിൽ പറന്നിറങ്ങാം. ലയണൽ സ്കലോണി എന്ന പരിശീലകനും ഇരട്ട കിരീടവുമായി ഇതിഹാസ മാനേജറായി മാറാം. 2010 കിരീടം നേടിയ സ്പെയിനിന് ഇത് 2ാമത്തെ ഫൈനലാണ്. ജയിക്കാനായാൽ തോൽവിയില്ലാത്ത 2 ലോകകപ്പ് ഫൈനലുകൾ. ലെമിൻ യമാലിനും ഇത് അപൂർവ നേട്ടത്തിനുള്ള അവസരമാണ്. യൂറോ കപ്പും ലോക കിരീടവും നേടുന്ന പ്രായം കുറഞ്ഞ താരം. പൊസഷൻ ഗെയിമുമായി കളി പിടിക്കുന്ന രീതിയാണ് സ്പെയിന്റേത്. റോദ്രിയും ഫാബിയൻ റൂയിസും തെളിക്കുന്ന വഴിയിലൂടെ ഒന്നായി പായുന്ന സംഘം.
പ്രതിരോധവും കരുത്തുറ്റതാണ്. എതിരാളികളുടെ ഗോളാഘോഷം ടീമിന് കാണേണ്ടി വന്നത് ഒരിക്കൽ മാത്രം. അർജന്റീനയുടെ ശൈലിക്ക് വേറെ പേരൊന്നുമില്ല. മെസ്സിയാണെല്ലാം. കളി നിയന്ത്രിക്കുന്നതും ഗോൾ അടിക്കുന്നതും ഗോൾ അടിപ്പിക്കുന്നതും ലയണൽ മെസ്സി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലയണൽ സ്കലോണിയുടെ അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങൾ വിജയിച്ച ചരിത്രമേയുള്ളൂ. എതിരാളിക്കനുസരിച്ച് തന്ത്രം മെനയുന്ന സ്കലോണിക്കറിയാം ജയിക്കേണ്ടത് എങ്ങനെയാണെന്ന്. A tu gente de la manera que festeja, de la manera que están felices, eso te llega y eso es imposible que no te toque el corazón. Al final siempre, yo creo que lo dije, jugamos por ellos. Nosotros, la selección argentina juega por su gente, por su país, por su familia, por esa gente que está esperando ver a la selección. Hemos recuperado algo que creo que es muy valioso, que la gente se pare delante de la televisión con la camiseta de Argentina. സ്പെയിനിൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവിട്ട ലയണൽ മെസ്സി, സ്പെയിനിൽ പോയി കോച്ചിംഗ് പാഠങ്ങൾ പഠിച്ച സ്കലോണി, സ്പെയിനുമായി ഇഴചേർന്നു കഴിയുന്ന അർജന്റീനയ്ക്ക് ഇത് സൗഹൃദ കളം കൂടിയാണ്. മെസ്സിക്കൊപ്പം സെൽഫി എടുക്കാൻ തിക്കിത്തിരക്കാത്ത ഒരു കളിക്കാരൻ പോലുമില്ല ഈ സ്പാനിഷ് ടീമിൽ. പക്ഷേ ഇത് ലോകകപ്പിന്റെ ഫൈനലാണ്. സൗഹൃദം നിലനിൽക്കുമ്പോഴും വീറിനും വാശിക്കും കുറവുണ്ടാകില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. അങ്ങനെ ലോകകപ്പിന്റെ ഫൈനലിനായുള്ള കാത്തിരിപ്പിലാണ് ന്യൂജേഴ്സി, ഒപ്പം ലോഗോ. ന്യൂജേഴ്സിയിലേക്ക് ആരാധകരുടെ പ്രവാഹമാണ്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടതാണ്. അർജന്റീന ഇറങ്ങുമ്പോഴൊക്കെ ആരാധകർ ആ നഗരത്തെ കീഴടക്കുന്നത്. ഒരു മാറ്റവുമില്ല ഇത്തവണയും അർജന്റീന ജേഴ്സിയിൽ. ഒപ്പം ലയണൽ മെസ്സിയുടെയും ഡീഗോ മറഡോണയുടെയും പതാകകളൊക്കെയായി അവരത് ആ സ്റ്റേഡിയത്തിലും ന്യൂജേഴ്സി നഗരത്തിലുമൊക്കെ വലിയ ആവേശം തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂജേഴ്സി നഗരം ഏറെക്കുറെ ഒരു നീല നിറത്തിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ബാൻഡ് മേളത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ അകമ്പടിയിൽ അർജന്റീന ആരാധകർ. എത്തിയിട്ടുണ്ട്. അർജന്റീന ആരാധകരുടെ ആരവത്തിന് ഒപ്പം തന്നെ നിൽക്കാനുള്ള കരുത്തുണ്ട് സ്പാനിഷ് ആരാധകർക്കും. സ്പാനിഷ് ആരാധകരും അവരുടെ ചുവപ്പ് ജേഴ്സി അണിഞ്ഞ് ന്യൂജേഴ്സിയിൽ കൂട്ടം കൂട്ടമായി തന്നെയുണ്ട്. പാട്ടും നൃത്തവും ആഘോഷവും ഒക്കെയായി സ്പെയിനും കളം പിടിക്കുകയാണ് അവിടെ. ഈ ആരാധകരുടെ ആവേശത്തിന് ചെറിയൊരു ശമനം വന്നത് ന്യൂജേഴ്സിയിലെ മഴയെ തുടർന്നാണ്. ന്യൂജേഴ്സിയിൽ മഴ കാര്യമായി പെയ്യുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ലോകകപ്പിന് വലിയ ഭീഷണിയല്ല മഴ. പക്ഷേ എങ്കിൽ പോലും ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഈ സാഹചര്യം ഉണ്ടാകാതിരുന്നാൽ യാതൊരു തടസ്സവുമില്ല. ഈ കാണുന്ന ദൃശ്യം അത് സ്പെയിൻ പരിശീലനത്തിനെത്തേണ്ട വേദിയായിരുന്നു. സ്പെയിനിന്റെ അവസാന പരിശീലനം മുടങ്ങി ഈ മഴയെ തുടർന്ന് എന്നുള്ളതാണ്. തണ്ടർസ്റ്റോം ഉണ്ടായിരുന്നു, ഇടിമിന്നൽ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് സ്പെയിന് പരിശീലനത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇനി അർജന്റീന പക്ഷേ പരിശീലനത്തിന് ഇറങ്ങി. അർജന്റീനയ്ക്ക് പരിശീലനത്തിന് ഇറങ്ങാൻ കഴിഞ്ഞു. അല്പസമയം വൈകിയാണ് എങ്കിൽ പോലും അർജന്റീന ടീം അംഗങ്ങൾക്ക്, ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഫൈനലിന് മുമ്പ് അവസാനവട്ട പരിശീലനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരം അവരെ സംബന്ധിച്ച്. പക്ഷേ സ്പെയിന് മറുവശത്ത് അവിടെ പരിശീലനം മുടങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടായി. എന്താണെങ്കിലും ഈ അവസാനവട്ട പരിശീലനമൊക്കെ അതൊരു വാമപ്പ് ആയി മാത്രം കണ്ടാൽ മതി. എങ്കിൽ പോലും അവസാനത്തെ പരിശീലനം നടന്നില്ല സ്പാനിഷ് ടീമിന് മഴയെ തുടർന്ന്. ന്യൂജേഴ്സിയിൽ ഒരു മഴ സാഹചര്യമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി അമേരിക്കയിലെ എല്ലാ നഗരങ്ങളിലും ആകാശ ദൃശ്യങ്ങൾ കാണണം. അതായത് ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് വലിയ വലിയ ഷോസ് ആണ് നടക്കുന്നത്. അതായത് ലോകകപ്പിന്റെ മാസ്കറ്റ്സ് അല്ലെങ്കിൽ ലോകകപ്പിന്റെ ചിഹ്നം, ലോകകപ്പിലെ ഫൈനലിസ്റ്റുകൾ, ഇവരൊക്കെ ആകാശത്ത് മിന്നിത്തെളിയുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പോലെ. ലോകകപ്പിന്റെ വർണ്ണാഭമായിട്ടുള്ള പരിസമാപ്തിക്ക് തയ്യാറെടുക്കുകയാണ് അമേരിക്ക, USA. ന്യൂജേഴ്സിയിലാണ് ഫൈനൽ വേദി. പക്ഷേ ഡ്രോണുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത്. ലോകകപ്പിൽ പങ്കെടുത്ത എല്ലാ ടീമുകളിലെയും ജേഴ്സികൾ ഡ്രോണുകളുടെ രൂപത്തിൽ
ആകാശത്ത് വർണ്ണക്കാഴ്ചയൊരുക്കി. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഫൈനൽ ദിനത്തിൽ ഹാഫ് ടൈമിൽ പതിവില്ലാത്തതുപോലെ ഹാഫ് ടൈമിൽ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിനെതിരെയും അനുകൂലിച്ചുമൊക്കെ വലിയ ചർച്ചകളുണ്ടായി. ഇന്ന് ഷക്കീറയ്ക്ക് ഉൾപ്പെടെ ചേരുന്ന BTS ഒക്കെ ഉൾപ്പെടെ വരുന്ന സംഗീത പരിപാടികളൊക്കെ പ്രതീക്ഷിക്കുന്നു ഹാഫ് ടൈമിൽ. അത് ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. അതിൽ സംശയകരം ആദ്യത്തെ ഒരു പകുതിക്ക് ശേഷം ഈ അരമണിക്കൂർ ഗ്യാപ്പ് എടുക്കുന്നത് ആ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഒരു മൊമെൻ്റത്തെ ഇല്ലാതാക്കി കളയുമോ എന്നുള്ള ഒരു വിമർശനമാണ് വരുന്നത്. എന്താണെങ്കിലും ഇനി നമ്മൾ ആ കാത്തിരിപ്പ് മുഴുവൻ ആ ട്രോഫിക്ക് വേണ്ടിയാണ്. ആ ട്രോഫി ആരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് ചാമ്പ്യൻസിനുള്ള റിങ്. ആദ്യമായിട്ടാണ് ഫിഫ ഒരു റിങ്, ഒരു മോതിരം ജയിക്കുന്ന ടീമംഗങ്ങൾക്ക് നൽകാൻ തയ്യാറെടുക്കുന്നത്. അത് അമേരിക്കയുടെ ഒരു സ്പെഷ്യൽ റിങ്ങായി കണക്കാക്കണം. ജയിക്കുന്ന ടീമംഗങ്ങൾക്ക് ആ മെഡലിനൊപ്പം ആ റിങ് ലഭിക്കും. ഇതാണ് ന്യൂജേഴ്സി സ്റ്റേഡിയം, മെറ്റ്ലൈഫ് സ്റ്റേഡിയം അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി മിന്നിത്തിറങ്ങി നിൽക്കുകയാണ്. ഇന്ന് ആര് ആ കിരീടം ഉയർത്തും? അത് റോദ്രി എന്ന സ്പാനിഷ് ക്യാപ്റ്റനോ അതോ ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ മിഷിഹായോ? ആരാണെന്ന് കാത്തിരിപ്പിലാണ് ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം. ഇനി മൂന്നാം സ്ഥാനക്കാർ അത് ഇംഗ്ലണ്ടാണ്. ഈ ലോകകപ്പിൽ ഫ്രാൻസിനെ 4-6 ഗോളുകൾക്ക് തകർത്താണ് ഇംഗ്ലണ്ട് ഈ ഫിഫ ലോകകപ്പിലെ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. 1966 അന്ന് കിരീടം നേടിയ ശേഷം ഇംഗ്ലണ്ടിന്റെ ആദ്യ ലോകകപ്പ് മെഡലാണിത്. അതായത് 66 ശേഷം ആദ്യമായിട്ട് ഒരു പോഡിയം ഫിനിഷ് ഇംഗ്ലണ്ടിന് ലഭിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് സന്തോഷകരം. ഇംഗ്ലണ്ടിന് വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് പോരിൽ ഒന്നാം സ്ഥാനത്തെത്തി. നിലവിൽ ലയണൽ മെസ്സിക്ക് 8 ഗോളുകളും എംബാപ്പയ്ക്ക് 10 ഗോളുകളുമാണ്. അതായത് എംബാപ്പയെ മറികടക്കണമെങ്കിൽ ഇന്ന് മെസ്സി 3 ഗോളെങ്കിലും നേടണം, അല്ലെങ്കിൽ 2 ഗോൾ നേടി ഒരു അസിസ്റ്റ് കൂടുതൽ സ്വന്തമാക്കണം എന്നുള്ള സാഹചര്യമുണ്ട്. ഇനി ലോകകപ്പിലെ എക്കാലത്തെയും ഗോൾ വേട്ടക്കാരുടെ പട്ടികയിലും മെസ്സിയെ പിന്തള്ളി എംബാപ്പെ മുകളിലേക്ക് കയറി ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി ഇംഗ്ലണ്ട് 4-0 ലീഡ് എടുത്തു. ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായിട്ടുള്ളൊരു പോരാട്ടമായി ഇത് കഴിയുന്നു എന്ന് തോന്നി. പക്ഷേ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഫ്രാൻസ് 3 ഗോൾ തിരിച്ചടിച്ചത്. ബർക്കോളയും ഡെംബലിയും ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയ മറ്റ് സ്കോറർമാർ ബുക്കായോ സാക്കയ്ക്കൊപ്പം ജൂഡ് ബെല്ലിംഗ്ഹാമും എസ്രി കോൺസയും ഡെക്ലാൻ റൈസും ഇംഗ്ലണ്ടിനായി ഗോളുകൾ നേടി. ഈ ലോകകപ്പിന്റെ ആവേശം അത് പങ്കെടുക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പങ്കുവെക്കുമ്പോഴൊക്കെ ഒരുപാട് ഫുട്ബോൾ ആരാധകർ, നിരീക്ഷകരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലും നാട്ടിൻ പുറത്തുമുള്ള ചില ഫുട്ബോൾ നിരീക്ഷകരൊക്കെ വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യാവുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത ഒരാളാണ് മലപ്പുറത്തെ സുബൈർ വാഴക്കാട്. അപ്പോൾ സ്പെയിനെതിരെ ആദ്യം തന്നെ ഗോൾ അടിച്ചില്ലെങ്കിൽ അർജന്റീനയ്ക്ക് മത്സരം കടുത്ത വെല്ലുവിളിയാകും എന്നാണ് ഫുട്ബോൾ നിരീക്ഷകനായിട്ടുള്ള സുബൈർ വാഴക്കാട് പറയുന്നത്. സ്പെയിൻ്റെ വേഗത്തിലുള്ള ഈ ടിക്കി ടാക്ക പോലുള്ള ശൈലി, അത് ഹൈബ്രിഡ് ശൈലിയാണ് ഇപ്പോൾ. എന്താണെങ്കിലും അത് അർജന്റീനയെ കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. മെസ്സി തന്നെ ലോകകപ്പ് വീണ്ടും ഉയർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അത് അത്ര എളുപ്പമല്ല എന്നാണ് കടുത്ത അർജന്റീന ആരാധകൻ കൂടിയായിട്ടുള്ള സുബൈർ വാഴക്കാട് പറയുന്നത്. നമ്മൾ ഈ ലോകകപ്പ് തുടങ്ങണതിന്റെ ആദ്യത്തില് സുബൈർ വാഴക്കാടിനെ കണ്ടപ്പോൾ സുബൈർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, രണ്ടാമതും അർജന്റീനയെ കപ്പടിക്കുന്നു. അപ്പോൾ ഫൈനൽ വിസിൽ മുഴങ്ങാൻ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളപ്പോഴും സുബൈർക്ക് എന്താണ് പറയണത് നമുക്ക് ചോദിക്കാം. അതന്നെയാണോ പറയുന്നത്? ഇപ്പൊ ലോകം എല്ലാവരും കരുതിയിരുന്നത് ഫ്രാൻസിനെ. അപ്പൊ ഫ്രാൻസിന്റെ സ്പെയിന് കീഴടക്കി. ആ പിന്നെ ഫ്രാൻസിന്റെ ആ ലൈൻ പിന്നെ കോച്ച്, പിന്നെ ലൂയിസ് ഡെലഫോണ്ടെന്ന് പറഞ്ഞ കോച്ച് അസാധ്യമായ കോച്ച് തന്നെ. കാരണം എംബാപ്പ, അതേമാതിരി പിന്നെ ബാർക്കോള, അതുപോലെ ഒലീസ, അതുപോലെ ഉസ്മാൻ ഡംബലൊന്നും കളത്തിൽ നമ്മൾ കണ്ടില്ല. അപ്പൊ ഫ്രാൻസിന്റെ ആ ലൈനപ്പ് അതുപോലെ പൂട്ടിയത് കോച്ചിന് സമ്മതിച്ചേ പറ്റൂ. അപ്പൊ യൂറോപ്പിലെ പിന്നെ 2010 ചാമ്പ്യന്മാരാണ് സ്പെയിൻ. ആകെ ഒരു കിരീടം നേടിയത്. ഇപ്പൊ സ്പെയിൻ നല്ല യൂറോ കപ്പ് നേടി കഴിഞ്ഞാൽ അപ്പൊ സ്പെയിന് ഇത് ഫസ്റ്റ് കേബർത്തലോട് കണ്ട സ്പെയിൻ അല്ല. ഇപ്പൊ സ്പെയിൻ ഭയങ്കര സെറ്റാണ്, ഭയങ്കര ഡിഫൻസ് കളിക്കൂല. സ്പെയിൻ നല്ല അറ്റാക്കിങ് ഫുട്ബോൾ കളിക്കുന്ന ടീം തന്നെയാണ് സ്പെയിൻ. യമാല് നല്ല ഫോമിലാണ് യമാല്. അപ്പം പിന്നെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിന്റെ പൂട്ടി ആത്മവിശ്വാസത്തിലാണ് സ്പെയിനുള്ളത്. അർജന്റീനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ കളിയും രണ്ടാമത്തെ കളി മൂന്നാമത്തെ കളി വീക്ക് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു യഥാർത്ഥ അർജന്റീന ആയി കഴിഞ്ഞാൽ ബ്രിട്ടനെ കീഴടക്കാൻ ഞാൻ പറഞ്ഞ യഥാർത്ഥ അർജന്റീന ആയി അന്ന്. കാരണം അർജന്റീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആരും കെയ്നും ബെല്ലിംഗാമൊന്നും
കളത്തിലെ നമ്മൾ കണ്ടില്ല. അപ്പോൾ ഓരോ തന്ത്രങ്ങളും സ്കലോണി നല്ല തന്ത്രമായി പൂട്ടി. പിന്നെ സ്കലോണിയുടെ അവസാന ഇറക്കണ്ടല്ല, കാരണം കളിക്കാരെ ഡീപോൾ വന്ന്, അതുപോലെ മാർട്ടിനസ് വന്ന്, അതേമാതിരി ഓട്ടോമെന്റ് വന്ന്, നിക്കോളാസ് ഗോൺസാലസ്. അപ്പോൾ ഓലൊക്കെ വന്നതോടുകൂടി ഒരു കളി മാറി. പിന്നെ അർജന്റീനയ്ക്ക് ഒരു പ്രത്യേകത എതിരാളികൾ ഗോളടിച്ച് കുടുങ്ങുന്ന ഒരു കളിയപ്പോൾ. കാരണം ഒരു 70 മിനിറ്റ് മുതൽ അർജന്റീന തുടങ്ങും ഈ 3-4 കളിയിലാണ്. 70 മിനിറ്റ് തുടങ്ങി 95 മിനിറ്റ് വരെ പിടിച്ചിക്ക ഒരു ഡിഫൻസ് ഇതേവരെ കഴിഞ്ഞില്ല. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചോളം സ്പെയിൻ ഇറങ്ങി കളിക്കുന്ന ടീമാണ്. ഇപ്പോൾ അത് ഇതേപോലെ സ്പെയിനെ സംബന്ധിച്ചോളം ഡിഫൻസ് താങ്ങൂലാണ് പ്രതീക്ഷ. അപ്പോൾ സ്പെയിന് പൂർണ്ണമായിട്ട് ഇറങ്ങാനും പ്രശ്നമാണ്. യമാലി ഫോർവേഡ് ഉണ്ടായിട്ടില്ല. അർജന്റീന ഫോർവേഡ് ശക്തമാണ്. അപ്പോൾ സ്പെയിൻ്റെ ഡിഫൻസും ജാഗ്രത പാലിക്കും. അപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യം, ലാറ്റിൻ അമേരിക്കൻ രാജ്യമുള്ള പോരാട്ടത്തിൽ കടുത്ത പോരാട്ടം ഉണ്ടാവും. സ്പെയിനിന്റെ ടിക്കിടാക്ക തന്ത്രവും അതെ അത് ടിക്കിടാക്ക തന്ത്രം പറഞ്ഞാൽ ഡിഫൻസ് പിടിക്കാൻ കുറെ പ്രയാസമാണ്. ഈ കുറിയ പാസിലാവുമ്പോഴേ ഈ ഐബോൾ വരുമ്പോൾ ഡിഫൻസ് താങ്ങാതെ, കുറിയ പാസ്സാകുമ്പോൾ ഡിഫൻസ് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതാണല്ലോ. പിന്നെ അത് മാത്രമല്ല ഫൈനലിസം നടക്കാതെ പോയി. ഖത്തറിൽ നടക്കേണ്ട അമേരിക്കൻ്റെ യുദ്ധത്തിൻ്റെ പ്രശ്നത്തിൽ നഷ്ടപ്പെട്ട് അത് ലോകം ഉറ്റുനോക്കി ഞാൻ ഫൈനൽ. അതേമാതിരിയുള്ള കളിയാണ് വരാൻ. ഫൈനലിസമിൻ്റെ ഒരു ആവർത്തനാണിത്. അർജന്റീനയുടെ തന്ത്രം എന്തായിരിക്കും? അർജന്റീന തന്ത്രം എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ താങ്ങൽ തന്നെ ആയിരിക്കും. ഡിഫൻസിൽ താങ്ങിയിട്ട് സ്പെയിനെ കൗണ്ടർ അറ്റാക്കിങ് നടത്താനാണ് സാധ്യത. സ്പെയിന് ഈ ടിക്കിറ്റാക്ക കളിയാണല്ലോ. അപ്പോൾ ഓലെ ഡിഫൻസിൽ തടിയല്ലാതെ മാർഗമില്ല. യമാലിനെ ഒക്കെ തടിയും. പിന്നെ ഡിഫൻസ് നല്ല ഭദ്രത നിന്നിട്ട് ഒറ്റപ്പെട്ട മുന്നേറ്റമായിരുന്നു അടുക്കുക. ആദ്യ പകുതിയിൽ ഗോൾ അടിക്കാതെ അവസാന പകുതിയിൽ ആക്രമണം അടിച്ചുവിടും. അതെല്ലാ കളിയും അങ്ങനെ വിജയിക്കണമെന്നില്ല. കാരണം എന്താ അറിയോ, ഇപ്പൊ കളിയൊക്കെ ആയി. പക്ഷേ സ്പെയിന് പോലത്തെ ടീമിനെതിരെ അവസാന നിമിഷം അങ്ങനെ കിട്ടണമെന്നില്ല. സ്പെയിനെ സംബന്ധിച്ച് നല്ല ഉനൈസ് സോമൻ നല്ല ഫോമിലാണ് ഗോളി. പക്ഷെ എല്ലാ കളിയും അങ്ങനെ കിട്ടണമെന്നില്ല. ഫസ്റ്റിൽ അർജന്റീന ഗോൾ അടിച്ചാൽ വിജയിക്കും. കാരണം അർജന്റീന ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് താങ്ങാത്ത ടീമാണ് സ്പെയിൻ. അപ്പൊ ഗോൾ അടിക്കുന്ന സമയത്ത് സ്പെയിൻ ഒന്നായിട്ട് തിരിച്ചടിക്കുന്ന സമയത്ത് കുറഞ്ഞായും ഡിഫൻസ് സ്പെയിനെ. അപ്പൊ ഒന്നും കൂടി അടിക്കാം. ഇതുവരെ കളിച്ച മാതിരി അവസാന 20 മിനിറ്റ് പിടിച്ചോളാം എല്ലാ കളി കിട്ടണമെന്നില്ല. അപ്പൊ ആദ്യത്തെ ഗോള് അർജന്റീന അടിക്കായിരിക്കും. അർജന്റീന തിരിച്ചടിക്കുന്ന ടീമാണ്. പക്ഷെ ഫസ്റ്റിൽ അടിക്കായിരിക്കും ഏറ്റവും വലിയ എളുപ്പം. എന്റെ അഭിപ്രായം ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പൊ ഗോൾ അടിക്കുന്ന സമയത്ത് സ്പെയിൻ ഒന്ന് ഇറങ്ങും. സ്പെയിൻ ഇറങ്ങുന്ന ടീമാണ്. അപ്പൊ കുറഞ്ഞ ഡിഫൻസ് അഗ്രസീവായിട്ട് കളിക്കണം. അപ്പൊ അങ്ങനെ കളിക്കുന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ഇപ്പൊ സ്കലോണി പറഞ്ഞ് യമാലിന് അർജന്റീന പൂട്ടാൻ സാധ്യത. അത് മാത്രല്ല മെസ്സിക്ക് വേണ്ടി കളിക്കാർ ജീവൻ തന്നെ തെജിക്കും. അതാ പോയിന്റ്. ജീവൻ പോലും തെജിക്കും. മെസ്സിക്ക് ഒരു തുടർച്ചയായിട്ട് ഒരു കിരീടം. ഇതുവരെ ലോകത്ത് തുടർച്ചയായിട്ട് ടീം നേടി ഇറ്റലിയും ബ്രസീലുമാണ് തുടർച്ചയായിട്ട് കപ്പിട്ടി. അപ്പൊ അതിന്റെ റെക്കോർഡിൽ എത്താൻ മെസ്സിക്ക് ഒരു കിരീടം അർജന്റീന ടീം മെസ്സി പോരാടുന്നതാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് മെസ്സി ഒരുപക്ഷെ ഈ വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചു കഴിഞ്ഞാൽ വിരമിക്കാൻ പ്രഖ്യാപിച്ചേക്കാം. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇന്റർനാഷണൽ മാച്ച് ആയിരിക്കും. വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? വ്യക്തിപരമായിട്ട് മെസ്സിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി ഇപ്പം എന്താണെന്ന് ഇപ്പോൾ ലോകത്ത് തെളിയിച്ചു കൊടുത്തല്ലേ. കാരണം മെസ്സിക്ക് 38-39 വയസ്സായി. ആ സമയത്തൊക്കെ മെസ്സിൻ്റെ മിനിയാന്ന് പിന്നെ കോർണറിന്ന് പോയിട്ട് ലൗതാറ മാർട്ടിനസിന് ആ ഹെഡൊക്കെ കൊടുത്ത ഗോൾ. കാരണം 2-3 പോയിട്ട് ഹെഡ് കിട്ടിയില്ല. ഇവരുടെ തലക്ക് പാകത്തിന് അളന്ന് മുറിച്ച്. അപ്പം ലോകത്തെ ഒരു ജീനിയസാണ് ഇന്ന് മെസ്സി തെളിയിച്ച്. കാരണം തുടർച്ചയായി 2ാം ലോകകപ്പിലെ ഫൈനലിലെത്തി ലോക കിരീടം നേടി. മെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഹങ്കാരമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കളിക്കാരനാണല്ലോ. ഞാൻ വലിയ ലോകത്തേറ്റവും വലിയ കളിക്കാരനായാണെന്നുള്ള ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഈ ലോക കിരീടം നേടിയാൽ ലോകത്ത് മെസ്സി എന്താണെന്ന് തെളിയിക്കാൻ പോവാണ്. മെസ്സി യമാൽ പോരാട്ടാവും. മെസ്സി കാരണം യമാലിനെ കുളിപ്പിച്ചിന്ന് എന്നാ കേൾക്കണേ. പോട്ടത്തിലൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ചിത്രത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ യമാലിന് ഒരു അച്ഛൻ തന്നെയാണ് മെസ്സി. അപ്പൊ കളിക്കളത്തിൽ കണ്ടില്ലെങ്കിലും ബഹുമാനം ഉണ്ടാവും, അത് ഉറപ്പാ. കളിക്കളത്തിൽ സ്പെയിൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടിയല്ലേ ഈ അർജന്റീന രാഷ്ട്രത്തിലും. അപ്പൊ കളിക്കളത്തിൽ അങ്ങനെ ഒരു ഇത് കുടുങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ കളി തുടങ്ങുമ്പോഴും കളി കഴിഞ്ഞാലൊക്കെ മനസ്സിൽ മെസ്സിൻ്റെ യമാലിന്റെ മനസ്സിൽ മെസ്സി ഉണ്ടാവും. കാരണം അതൊരു അച്ഛൻ്റെ ഒരു സ്ഥാനമാണ്. നിങ്ങളൊരു പ്രതീക്ഷ എങ്ങനെയാണ്? എത്ര ഗോളിന് ജയിക്കുന്നു? അത് ഇപ്പോൾ ഫൈനൽ ആയതുകൊണ്ട് പ്രതീക്ഷ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. സ്കോർ എക്സ്ട്രാ ടൈം ഒന്ന് തള്ളിക്കളയാൻ പറ്റാത്ത ഗോളാണ്. എന്നാലും അർജന്റീനന്റെ പോസ്റ്റ് സ്പെയിൻ ഗോൾ ഇടും. കാരണം നല്ല അറ്റാക്കിങ് സ്പീഡ് ഗെയിമാണല്ലോ. അപ്പൊ എന്നാലും കൂടി 2-1 അർജന്റീന ലോക കിരീടം നേടുന്നതാണ് എന്റെ പ്രതീക്ഷ. പ്രതീക്ഷ അങ്ങനെയാണ്. അർജന്റീനയെ വിട്ടൊരു കളി സുബേർക്കാക്കില്ല. അർജന്റീന ആദ്യ പകുതിയിൽ തന്നെ അഗ്രസീവായ ഫുട്ബോൾ അഴിച്ചുവിടണം, അങ്ങനെ സ്പെയിനെ സമ്മർദ്ദത്തിലാക്കണം. എന്താണെങ്കിലും ഈ വേൾഡ് കപ്പ് അർജന്റീന നിലനിർത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ഹോട്ടൽ ഉടമകൾ അർജന്റീനയുടെ ആരാധകരായാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. കൊച്ചിയിലെ ഹോട്ടൽ സ്റ്റോറീസ് എന്ന ഹോട്ടൽ അർജന്റീനയുടെ പതാകയുടെ നിറത്തിലാണ് ഇപ്പോൾ പുട്ട് വിളമ്പുന്നത്.
അർജന്റീന ജയിച്ചാൽ ഹോട്ടലിൽ എത്തുന്നവർക്ക് ഈ പുട്ട് സൗജന്യമായി നൽകുമെന്നും ആ ഹോട്ടൽ ഉടമകൾ പറയുന്നു. ലോകകപ്പ് ആവേശത്തിലേക്ക് നീങ്ങുമ്പോൾ ആരാധകർക്ക് എന്തൊക്കെ ചെയ്യണം എന്ന ആലോചനയും ഒപ്പം ചെറിയ ആശങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഫീൽഡ് എന്താണോ അത് തെരഞ്ഞെടുത്തുകൊണ്ടാണ് അവരുടെ ഒരു ഇഷ്ടമെല്ലാം പ്രകടമാക്കുന്നത്. കൊച്ചിയിൽ ഇവിടെ ദേശാഭിമാനി റോഡിൽ ഹോസ്റ്റൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ അവർ ചെയ്തിരിക്കുന്നത് അർജന്റീനയുടെ കടുത്ത ആരാധകരാണ്. അതുകൊണ്ട് അർജന്റീനയുടെ പതാക അത് തീമാക്കിക്കൊണ്ട് ചുട്ട കൊടുക്കുന്നു എന്നാണ്. തള്ളൽ അർജന്റീനയ്ക്ക് കൂടുതലാണ് ആരാധകരുടേതെന്ന് പറയുമ്പോൾ കൂടിയും ഇവരുടെ ഒരു വേറിട്ട സ്നേഹമാണ് അർജന്റീനൻ ആ രീതിയിലൊരു പുട്ട് എല്ലാം ഉണ്ടാക്കി ഫൈനലിലേക്ക് പോരുമ്പോഴേക്കും അത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലേക്ക് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. നമുക്കൊപ്പം ഒരു കൂടി ചേരുന്നുണ്ട് ഋതിക്ക് സുഹൃത്തുക്കളുടെ ഒരു സംരംഭമാണ്. അതെ 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 ഞാനും എന്റെ സഹോദരനായിട്ടുള്ള അബിയും കൂടി ചേർന്നിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ്. അപ്പൊ അത് ഞങ്ങള് നമ്മളുടെ ടീമിലുള്ള കൂടുതൽ ആളുകളും അർജന്റീന ആരാധകരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ വരാൻ തന്നെ കാരണം. ഞങ്ങൾ ഈ സെമി ഫൈനൽ മത്സരത്തിന് തൊട്ടു മുന്നായിട്ടാണ് ഇങ്ങനെ ആശയം വരികയും ഇങ്ങനൊരു പുട്ട് അർജന്റീനയുടെ കൊടിയുടെ നിറത്തിലുള്ള ഒരു പുട്ട് നൽകാം എന്നൊരു ചിന്തയിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആ സെമി ഫൈനലിൽ അർജന്റീന കപ്പടിക്കും എന്ന് ഞങ്ങൾക്ക് വിജയിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ പുതിയൊരു ഓഫർ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അർജന്റീന ആരാധകരായി ഈ ജേഴ്സി അണിഞ്ഞ് വന്നാൽ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയുടെ കപ്പ് മെസ്സി ഉയർത്തി അതിനുശേഷം അന്ന് ആ രാവിലെ വരെയുള്ള സമയത്തിനുള്ളിൽ ജേഴ്സി അണിഞ്ഞ് ഇവിടെ വരുന്ന എല്ലാവർക്കും അർജന്റീനയുടെ കൊടിയുടെ നിറത്തിലുള്ള പുട്ട് സൗജന്യമായി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മത്സരത്തിന് ശേഷം രാത്രി. ഇത് 24 hour വർക്ക് ചെയ്യുന്ന ഹോട്ടലാണ്. ഈ അർജന്റീന കപ്പടിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 1978-ലും 86-ലും 22-ലും കപ്പ് ഉയർത്തിയതുപോലെ മെസ്സി ഇത്തവണയും കപ്പ് ഉയർത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താണ് ജേഴ്സി തന്നെയാണോ? കപ്പടിക്കും. എന്തൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്? ശംഖുപുഷ്പം, പിന്നെ പൊൻകതിന്റെ പുട്ടോടി, പിന്നെ വേറൊന്നുമില്ല അല്ലേ? അതന്നെ ഉപ്പ്. അതായത് വേറെ ആഡഡ് കളേഴ്സ് ഒന്നുമില്ല, നാച്ചുറൽ തന്നെ ശംഖുപുഷ്പം തന്നെ. ഇവിടെ വന്ന് മറ്റേ ടീമിന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അർജന്റീന ഇത് കഴിക്കുന്നതിന് അത് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. അല്ല നമ്മുടെ സുഹൃത്തുക്കളെ ഇഷ്ടമാകുന്നുണ്ട് ആൾക്കാർ. നല്ലോണം ഉണ്ട്, നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ ഹോസ്റ്റൽ സ്റ്റോറീസ് എന്ന ഹോട്ടൽ ഉള്ളത്. അതോടൊപ്പമാണ് ഈ ഫുട്ബോൾ കാലത്തേക്ക് അതിന് പറ്റിയ രീതിയിൽ അവർ ഇഷ്ടപ്പെട്ട ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അർജന്റീനയും പുട്ടും തയ്യാറായിരിക്കുന്നു. മത്സരം വിജയിച്ചാൽ കപ്പ് ഉയർത്തിയാൽ ആകർഷകമായ ഓഫറും ആരാധകർക്ക് വേണ്ടി അവർ നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അർജന്റീനയുടെ പുട്ട് കഴിക്കാൻ ആരാധകർക്ക് നാളെ ഭാഗ്യം ഉണ്ടാകുമോ? ഈ സമയം പുട്ട് എത്രണ്ണം പോകും എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇഷ്ട ടീം സ്പെയിനാണ് എങ്കിൽ പോലും ഇത്തവണ ലോകകപ്പ് അർജന്റീന നേടുമെന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറയുന്നത്. താരങ്ങളോട് ആരാധന തോന്നുന്ന കാലം കഴിഞ്ഞതിനാൽ ഫുട്ബോളിൽ ഇഷ്ടതാരമില്ല എന്നും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. ഫുട്ബോൾ ആവേശത്തിൽ നാടും നഗരവും ലോകം മൊത്തം ഒഴുകുമ്പോൾ നമുക്കൊപ്പം ലീഗ് നേതാവ് PMA സലാമാണുള്ളത്. താങ്കൾ കളി കാണാറുണ്ടോ? ലോകകപ്പിലെ കളികളൊക്കെ കണ്ടിരുന്നു? കുറച്ചൊക്കെ കണ്ടിരുന്നു, മുഴുവൻ കാണാൻ സമയം കിട്ടിയിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല. ഇടയ്ക്കൊക്കെ കണ്ടിരുന്നു, നേരത്തെ കാണാറുണ്ട്. ഫുട്ബോളിനോട് താല്പര്യമുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട ടീമുണ്ടോ? അതോ അത് ഒരു പ്രത്യേക ടീമിനോടുള്ള ആരാധനയൊന്നുമില്ല. പക്ഷെ നല്ല കളി കളിക്കുന്ന ടീമുകൾ ഇപ്പോൾ ധാരാളമുണ്ട്. ആദ്യത്തെ തന്നെ നേരത്തെ പോയ ടീമുകളുണ്ട്, നന്നായി കളിച്ച ടീമുകളുണ്ട്. പിന്നെ സ്പെയിൻ ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ നല്ല കളി കളിച്ചവരാണ്. അതുപോലെ തന്നെ അർജന്റീനയും ഇത്തവണ നല്ല കളി കളിക്കുന്നുണ്ട്. പാരമ്പര്യവും പൈതൃകമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ നല്ല കളിയും കൂടിയാണ്. അതുകൊണ്ടാണ് അവർ ജയിച്ചു വന്നത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സ്പെയിൻ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അർജന്റീനയെ ജയിക്കുള്ളൂ ഇപ്പോഴത്തെ കളിയുടെ അടിസ്ഥാനത്തിൽ. അല്ല, സ്പെയിനും കഴിഞ്ഞ കളി നന്നായി കളിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ അർജന്റീനക്ക് ജയിക്കാനുള്ള സാധ്യത ആണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ കളിയിൽ ഒരു കണ്ടിട്ടാണോ അതോ ഈ ഇപ്പോൾ സീരിയസ് ഒന്നായിട്ട് ഈ വേൾഡ് കപ്പിന്റെ ആദ്യം മുതലുള്ള എല്ലാ കളികളും കൂടി വിലയിരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒറ്റ കളിയിലല്ല.
ഈ താരങ്ങളെ ഇഷ്ടമാണോ? പ്രത്യേകിച്ച് മെസ്സി, നെയ്മർ, യമാൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ താരങ്ങളെ ഏതെങ്കിലും പ്രത്യേകിച്ച്? നമ്മൾ ആ പ്രായം കഴിഞ്ഞു പോയി, അതുകൊണ്ട് പ്രത്യേക താരങ്ങളെ ആരാധിക്കുന്ന സ്വഭാവമൊന്നുമില്ല. നല്ല കളി ആര് കളിച്ചാലും അവരെ അഭിനന്ദിക്കും, അവരെ കൂടെ നിൽക്കും. തീർച്ചയായും സ്പെയിന് ആണ് ആഗ്രഹം, പക്ഷേ അർജന്റീന ഇത്തവണ ജയിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അർജന്റീനയും സ്പെയിനും ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരാശാനും അദ്ദേഹത്തിന്റെ ശിഷ്യനും തമ്മിലുള്ള മത്സരം കൂടിയാണ് ഇന്നത്തേത്. അർജന്റീനയുടെ പരിശീലകൻ ലയണൽ സ്കലോണിയുടെ അധ്യാപകനാണ് ഈ സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ലൂയിസ് ഡി ലാഫ്യൂണ്ട. ഇംഗ്ലണ്ടിനെ അർജന്റീന തോൽപ്പിക്കും മുൻപേ സ്പാനിഷ് പരിശീലകൻ പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്ക് ഫൈനലിൽ അർജന്റീനയെ നേരിടാനാണ് ആഗ്രഹമെന്ന്. അതിന്റെ കാരണം തേടി പോകുമ്പോഴാണ് ആശാന്റെ മനസ്സിലിരിപ്പ് വ്യക്തമായത്. എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്ന എതിരാളിയെന്ന ആലോചനയായിരുന്നില്ല അതെന്ന് വ്യക്തം. ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും വന്ന അഭിപ്രായ പ്രകടനമാണ്. 2017 സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷന്റെ അക്കാദമിയിൽ പരിശീലകർക്കായി ഒരു കോച്ചിംഗ് സെഷൻ. അന്ന് സ്കലോണി അവിടെ പഠിക്കാനെത്തിയപ്പോൾ അധ്യാപകനായിരുന്നു ലൂയിസ് ഡി ലാഫ്യൂണ്ടെ. കളി അവസാനിപ്പിച്ച് 2 വർഷം പിന്നിടുമ്പോഴായിരുന്നു സ്കലോണി പരിശീലകരുടെ കോച്ചിംഗ് ക്യാമ്പിൽ ചേർന്നത്. സ്പെയിനിന്റെ യൂത്ത് ടീമിന്റെ ചുമതലക്കാരനായിരുന്ന ഫ്യൂണ്ടെയാണ് സ്കലോണി ഉൾപ്പെടെ യുവ പരിശീലകർക്ക് ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത്. അന്ന് ലാ റൊസാസിൽ പഠിച്ചെടുത്ത പാഠങ്ങൾ ഇന്ന് ഒന്നൊന്നായി പയറ്റുകയാണ് സ്കലോണി. 2024 കോപ്പ അമേരിക്കയ്ക്കിടെ അക്കാദമി കാലഘട്ടത്തെക്കുറിച്ചും ഡി ലാഫ്യൂണ്ടെയുമായുള്ള ബന്ധത്തെക്കുറിച്ചും സ്കലോണി സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു. ഇപ്പോഴും ഫോണിലൂടെ സംസാരിക്കാറുണ്ട് എന്നാണ് സ്കലോണി വെളിപ്പെടുത്തിയത്. സ്കലോണിയെ മാസ്റ്റർ എന്നാണ് ഡി ലാഫ്യൂണ്ടെ ഇടയ്ക്ക് വിശേഷിപ്പിച്ചത്. ഒരു മുൻ വിദ്യാർത്ഥിക്ക് അധ്യാപകനിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വിശേഷണം. സ്പെയിനിൽ നിന്ന് വിദഗ്ധ പരിശീലനം തേടിയെന്നത് മാത്രമല്ല സ്കലോണിയുടെ സ്പാനിഷ് ബന്ധം. സ്കലോണിയുടെ ഭാര്യ സ്പാനിഷ് വംശജയാണ്. അവരുടെ മക്കൾ ജനിച്ചതും വളരുന്നതും സ്പെയിനിലാണ്. മാത്രമല്ല ഡെപ്പോർട്ടീവോ ലാ കൊറുന, റേസിംഗ് സ്റ്റാൻഡാർഡർ മയോർക്ക എന്നീ സ്പാനിഷ് ക്ലബ്ബുകൾക്കായി വർഷങ്ങളോളം കളിക്കുകയും ചെയ്തു. അങ്ങനെ ആശാനും ശിഷ്യനും മുഖാമുഖം എത്തുകയാണ്. ലോകകപ്പ് നേടി ഇതിനോടകം മാസ്റ്ററാണെന്ന് തെളിയിച്ച ശിഷ്യന് മുന്നിൽ ആശാന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് കാത്തിരിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പിൽ ആദ്യമായി അർജന്റീനയും സ്പെയിനും ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ഒപ്പത്തിനൊപ്പമാണ് മുൻകാല പ്രകടനങ്ങൾ. 14 മത്സരങ്ങൾ നേരിട്ട ടീമുകൾ, അതിൽ 6 എണ്ണം വീതം ജയിച്ച് ഇങ്ങനെ ആ ത്രാസ് ഒപ്പത്തിനൊപ്പം നിർത്തുന്നു. ഇത് 15ാം തവണയാണ് അർജന്റീനയും സ്പെയിനും പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നത്. ലോകകപ്പിലെ 2ാമത്തെ അംഗവും. ഇതിനു മുൻപ് ഇരുവരും ലോകകപ്പിൽ ഏറ്റുമുട്ടിയത് 60 കൊല്ലം മുൻപ്, അതായത് 1966. അന്ന് നടന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. അതിനുശേഷം വീണ്ടും അവർ വിശ്വവേദിയിൽ കൊമ്പുകോർക്കുകയാണ്. ഇരുവരും 13 തവണയാണ് സൗഹൃദ മത്സരം കളിച്ചത്. അതിൽ 6 തവണ സ്പെയിൻ ജയിച്ചപ്പോൾ 5 തവണ വിജയം അർജന്റീനയ്ക്കൊപ്പം. 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഒടുവിൽ ഏറ്റുമുട്ടിയത് 2018 റഷ്യൻ ലോകകപ്പിന് മുൻപുള്ള സൗഹൃദ മത്സരമായിരുന്നു അത്. അന്ന് സ്പെയിൻ അർജന്റീനയെ 6-1 തകർത്തുവിട്ടത്. ഇതുവരെയുള്ള ആകെ കണക്കുകൾ എടുത്താൽ ഇരുവർക്കും 6 വീതം ജയങ്ങളുണ്ട്. തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനലിലാണ് അർജന്റീന ഇറങ്ങുന്നത്. മറുവശത്ത് സ്പെയിൻ ആകട്ടെ തങ്ങളുടെ 2ാമത്തെ ലോകകപ്പ് ഫൈനലിലും. തുല്യശക്തികൾ കലാശപ്പോരിനിറങ്ങുമ്പോൾ ജയം ആരെ തുണയ്ക്കുമെന്ന് പ്രവചിക്കുക പ്രയാസം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോക ഫൈനലിന്റെ വേദി അത് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിലെ ചില ഓർമ്മകൾ അത് മെസ്സി ആരാധകർക്ക് അത് വിസ്മരിക്കാനോ ഓർത്തെടുക്കാൻ പോലും ആഗ്രഹമുണ്ടാകില്ല. 2016 കോപ്പ അമേരിക്ക ഫൈനൽ, അന്ന് തോൽവി നേരിട്ടു ചിലെക്കെതിരെ. അപ്പോൾ ലയണൽ മെസ്സി ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തി ഈ വേദിയിൽ വെച്ച്. അതേ വേദിയിൽ ലയണൽ മെസ്സി കിരീടം ഉയർത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. മെറ്റ്ലൈഫ് സ്റ്റേഡിയം, ന്യൂജേഴ്സി. ലോക ഫൈനൽ അരങ്ങേറുന്ന ഈ സ്റ്റേഡിയം ഓരോ അർജന്റീനക്കാരനും വേദനിക്കുന്ന ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. 10 കൊല്ലം മുമ്പ് ഇതേ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ കോപ്പ അമേരിക്ക ഫൈനലിലാണ് അർജന്റീന ചിലെയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽക്കുന്നത്. തുടർച്ചയായ 2ാമത്തെ കോപ്പ അമേരിക്ക ഫൈനലായിരുന്നു അന്ന് അർജന്റീനയ്ക്ക്. എന്നാൽ കിരീടമോഹം തകർന്നടിഞ്ഞു മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ. അന്നത്തെ തോൽവിക്ക് ശേഷം ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ലയണൽ മെസ്സി ആ പ്രഖ്യാപനം നടത്തി: രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നുവെന്ന്. തോൽവിയുടെ ഭാരം താങ്ങാനാവാതെയായിരുന്നു പെട്ടെന്നൊരു വിരമിക്കൽ പ്രഖ്യാപനം. പിന്നീട് ലോകം കണ്ടത് ചരിത്രം. കളത്തിലേക്ക് മടങ്ങിയെത്തിയത് വെറുതെയല്ല എന്ന് ആവർത്തിച്ചു തെളിയിച്ച നാളുകൾ. ഖത്തറിലെ വിശ്വവേദിയിൽ ഒടുവിൽ അയാൾ ലോക ചാമ്പ്യനുമായി.
2016 തുടർച്ചയായ 2ാം കോപ്പ അമേരിക്ക ഫൈനലിലാണ് അർജന്റീന ന്യൂജേഴ്സിയിൽ ഇറങ്ങിയതെങ്കിൽ ഇന്ന് തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനലാണ് മെറ്റ്ലൈഫിൽ കളിക്കാൻ പോകുന്നത്. ഇവിടെയാണ് അർജന്റീന അവസാനമായി ഒരു ഫൈനൽ പോരാട്ടം തോൽക്കുന്നത്. അതേ സ്റ്റേഡിയത്തിൽ അവസാന ലോകകപ്പ് കളിക്കാൻ മെസ്സി എത്തുകയാണ്. കൈവഴുതി പോയതെല്ലാം എത്തിപ്പിടിച്ചാണ് ശീലം. മെസ്സിയുടെ വിയർപ്പും കണ്ണീരും വീണ പുൽമൈതാനത്ത് ലോക ഫുട്ബോളിന്റെ അമീർ ഒരിക്കൽ കൂടി ആ ലോകകപ്പിൽ മുത്തമിടുമോ? കാലത്തിനുണ്ടല്ലോ ഒരു കാവ്യനീതി. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ബോളം നമുക്ക് വീണ്ടും എത്താം. ലോകകപ്പിന്റെ ആവേശവുമായി നിലനിൽക്കാം. ന്യൂസ് 18 തുടരുക. ഫുട്ബോൾ ആവേശം, ലോക ഫൈനലിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമ്മളുടെ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. എന്നാലും ലോക കാഴ്ചകളുമായി ഫുട്ബോളം വീണ്ടും എത്തും. നമസ്കാരം.